എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ, അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ? ഇറങ്ങിയിട്ടില്ലേ? ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എന്താ ചെയ്യണം? ഒരു മിനിറ്റ് ഒന്ന് പറയണം ആരണത് ഒരു മിനിറ്റ് തുടങ്ങില്ല ബ്രോ. കുഞ്ഞു ബ്രോ മൊബൈലൊക്കെ ഒന്ന് താത്തോ അനന്ത് ഇത്ര പറ്റുമോ? മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ? അങ്ങനെ കരഞ്ഞു, വിഷമം പോയി. ആര്യ ചേച്ചി ബെഡായി ബംഗ്ലാവിലെ ആര്യ ഇട്ടൊരു പോസ്റ്റാണ്, അതിനോട് ഞങ്ങൾ ആവെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട്. അത് വേറെ കോൺടെസ്റ്റിൽ പറഞ്ഞാണ്. അങ്ങനെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് വേറൊരു കോൺടെസ്റ്റിൽ പറഞ്ഞാണ്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ശരിക്കും ബിഗ് ബോസിൽ സിബിചേട്ടൻ വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഈ കളി മാറിയ സമയത്ത് ഈ പുറത്തേക്ക് പോണത് ഭയങ്കരമായിട്ട്, ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ. നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ. വിറ്റതല്ല. അല്ല അല്ല, പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നോ? നമുക്ക് ഇനി സംസാരിക്കും. കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സംസാരിക്കുന്നതല്ലേ നല്ലത്. കുറച്ചുകൂടെ ആൾക്കാർ. അപ്പം ഈ പുറത്ത് വരാതിരിക്കാൻ അതിനകത്ത് തന്നെ നിൽക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ. നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഇല്ലേ. അപ്പൊ ആ പ്രോസസ് ഞാൻ ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു. നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം പോകും. ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ആയിരുന്നല്ലോ. എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കി. അത് എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ. അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക്? ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ? എന്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ? അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി, ആ ഒരു നിമിഷം. അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ, മെഷീൻ ഗണ്ണായിരുന്നില്ലേ. അല്ല, ഈ ജാസ്മിൻ ജബ്രി വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്? അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ ആരാ?
അവരൊക്കെ അവരെ ഗെയിം കളിച്ചിട്ട് അവരവരെ വഴിക്കും. അപ്പൊ അവരുടെ പ്രണയം ഫേക്ക് ആണെന്നാണ് സുചേട്ടൻ പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു അവിടെ വെച്ചിട്ട്. അല്ലേ, ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ്. ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമിൽ ചേട്ടൻ വീട് പോയി. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം, ബാക്കി 18 പേർക്ക് ഒരു ഗെയിം. ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും കാണും. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യണ്ടേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ജാസ്മിന് ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് ചേട്ടൻ? അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ? ഏറെ കേട്ടില്ലേ? എങ്കിലും ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ജാസ്മിനെ പൊക്കി പറയുന്ന നിങ്ങൾക്ക് തോന്നിയോ? തോന്നി. അല്ല, ഈ സിബിൻ ചേട്ടൻ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇവിടെ ആരും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയാൻ പറ്റും? അത് BCCI റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാ. ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു. എനിക്ക് എന്താ പറയാ, ഊളയെന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറുള്ള എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ്. അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ ഈ വാക്കൗട്ട് ചെയ്തത് എങ്ങനെയാണ്? വാക്കൗട്ട് എന്ന് എനിക്കറിയില്ല, അതെങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം. ഡോക്ടർ നിർദ്ദേശം. അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് തോന്നുന്ന? അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോകില്ല കേട്ടാ. ഈ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം. ഞാൻ പറയട്ടെ, എനിക്കൊരു അഭിപ്രായമില്ല. അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല. ശരി തെറ്റുകളില്ല, റേറ്റിംഗേ ഉള്ളൂ. ചേട്ടൻ സത്യമായ എന്താണ് ഇപ്പൊ ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയുകയും ഞാൻ പറയാം, നമ്മുടെ ഫാമിലിനെ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്താ പറഞ്ഞു? എന്താ ഇപ്പൊ വാക്കൗട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന അർത്ഥത്തില് ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ഞാൻ വിഷമം വന്ന മനുഷ്യര് കരയും. അപ്പൊ നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ളൊരു ആവശ്യമുണ്ട്. ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ടും കൺഫെഷൻ റൂമാണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ്. അപ്പോൾ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഗെയിമർ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ചേട്ടാ, അതെ, അതായത് ഈ ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ വാക്കൗട്ട് ചെയ്തതല്ല. അപ്പൊ ഒരു പ്രത്യേക ഒരു കണ്ടസ്റ്റന്റ് അവർ വിന്നർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോ? അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല ബ്രോ. അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ. ഇത് വെള്ളരിക്കപ്പെട്ടു 100% സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. അപ്പൊ 100% ഏതെങ്കിലും സ്ക്രിപ്റ്റഡ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. 100% സ്ക്രിപ്റ്റഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് വരുമോ? അല്ല, ഐ ആം വെരി മച്ച് ഓവർവെൽഡ്. എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എന്താ പറയാ, സ്നേഹം മാത്രമല്ല വിളിക്കട്ടെ. താങ്ക് യു ഗൈസ്, താങ്ക് യു. കാണാട്ടാ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കോടാനുകൂടി നന്ദി. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. എന്റെ ട്രോളി ഉണ്ട്. എനിക്ക് ട്രോളി ഉണ്ടായിരുന്നു. ഓ, സെറ്റല്ലേ? ഞാൻ ഇവിടെ ഉണ്ട്. ഞാനിനി എവിടെ പോകാനാ? നിങ്ങൾ വിളിക്കും. നമുക്ക് പതൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് സംസാരിക്കാം. ശരിക്കും മിസ് ചെയ്യും ബിഗ് ബോസ്. ഞാൻ മിസ് ചെയ്യുന്ന നിങ്ങൾ എന്നെ മിസ് ചെയ്യും. വരുന്ന കമന്റ് കാണാറുണ്ടോ? ഇല്ല, ഞാൻ ഒന്നും, എനിക്ക് വരുന്നതിന് അരമണിക്കൂർ പിന്നെ ഫോൺ കിട്ടി. ഞാൻ ഒന്നും കണ്ടില്ല. ഇനി സമാധാനമായിട്ട് പോയിരുന്നു വേണം എല്ലാം ഒന്ന് കാണാൻ. എനിക്ക് അറിഞ്ഞൂടാ.